ഇപ്പോഴെന്തുകൊണ്ടാണ് ഗൾഫ് നാടുകളിൽ സ്വദേശിവൽക്കരണം നടക്കുന്നത്? അവരുടെ സമ്പത്ത് അവർക്ക് വേണ്ടിയതാണ്. ഇഷ്ടം പോലെ എണ്ണപ്പണം ഒഴുകുന്ന ആ രാജ്യക്കാർ പറഞ്ഞു ഞങ്ങളുടെ പണം മറ്റു രാജ്യക്കാർ കൊണ്ടുപോയി തിന്നാൻ പാടില്ല. ഇവിടെ കലുങ്കുകളിൽ ഇരുന്നിട്ട് രാഷ്ട്രീയക്കാരുടെ കൊടിയും പിടിച്ചുകൊണ്ട് നമ്മുടെ വീട്ടിൽ നിന്നൊരു തറ തുടയ്ക്കണമെങ്കിൽ വീട്ടുകാർക്ക് വയ്യ. അതിന് നമ്മളൊരു ബംഗാളിയെ അല്ലെങ്കിൽ ഒരു നോർത്ത് ഇന്ത്യൻ ഹിന്ദിക്കാരനെ നമ്മൾ ആവശ്യമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ അല്പമെങ്കിലും അധ്വാനിച്ച് പണം കിട്ടുന്നെങ്കിൽ ഇപ്പോൾ ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ നോക്കിയേ, അവന് കിട്ടുന്ന ആ ശമ്പളം പോലും ഇന്ന് ബംഗാളിലേക്ക് പോവുകയാണ്. ഈ തൊഴിലാളികൾ മുഖാന്തരം അങ്ങോട്ട് പോവുകയാണ്. ഇപ്പൊ ഇതെല്ലാം രസമാണില്ലേ? ഒരു 3 വർഷം കഴിഞ്ഞിട്ട് ഇന്നിപ്പോൾ 2024, 25, 26, 27, 2028 എന്നൊരു വർഷം ഉണ്ടെങ്കിൽ അന്ന് കേരളമുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞതിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കും. കേരളം സമ്പൂർണ്ണമായിട്ടും അരാജകത്വത്തിലേക്ക് പോകും. പ്രിയപ്പെട്ടവരെ, കടം മേടിക്കുമ്പോൾ ഒരു സുഖമുണ്ട്, അത് ചെലവഴിക്കാനും ഒരു രസമുണ്ട്. പക്ഷേ അത് കൊടുത്തു വീട്ടുവാനുള്ള സമയമാകുമ്പോൾ ആത്മഹത്യയിലേക്ക്. അതൊരു വ്യക്തിപരം, സർക്കാരിന്റെ കാര്യവും തന്നെ. എവിടുന്നൊക്കെ കടം കിട്ടാമോ അതെല്ലാം മേടിച്ച് ആൾക്കാരെ കൊഴിപ്പിക്കുക. എന്ന് മാത്രമല്ല, നമ്മുടെ മുഴുവൻ ഈ കേരളക്കരയിലുള്ള സകല ജനങ്ങളുടെയും സകല അധ്വാനത്തിന്റെയും ഫലം തിന്നുന്നത് കുറച്ച് പേര് മാത്രമുള്ള ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർക്ക്. ഈ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർക്ക് വേണ്ടിയിട്ടാണ് ഈ കേരളക്കരയിലെ മുഴുവൻ ജനങ്ങളും കഷ്ടപ്പെടുന്നത്. എന്നിട്ടോ ഒരു ചെറിയ പേപ്പർ വർക്കിന് ചെയ്യുന്ന ഇവരെന്താണ് കൈക്കൂലി നമ്മളത് കൊടുക്കും. ആർക്കും കഷ്ണം സഹിപ്പാനോ വേണ്ടാന്ന് വെക്കുവാനോ കഴിയത്തില്ല. ലളിതമായിരിക്കുന്ന ജീവിതം നമുക്ക് ആവശ്യമില്ല. വരും തലമുറയുടെ വരെയും നല്ല വിത്തെടുത്ത് കുത്തി തിന്നുന്ന അനുഭവം നമ്മൾ. ആകയാൽ എന്താ ഇനി സംഭവിക്കാൻ പറയാം? മിഡിൽ ഈസ്റ്റ് മുഴുവൻ തകരും. ഗൾഫ് കൺട്രീസിൽ നിന്നുള്ള സകല വരുമാനം തീരും. നമ്മുടെയൊക്കെ പുറം രാജ്യങ്ങളിൽ നിന്നുള്ള വരുമാനം കേരളത്തിൽ നഷ്ടപ്പെടും. ഇപ്പോഴതുകൊണ്ടാണ് നിലനിൽക്കുന്നത്. പുറം രാജ്യങ്ങളിൽ നിന്നുള്ള വിദേശ പണം കൊണ്ടുള്ള വരുമാനം കേരളത്തിൽ സമ്പൂർണ്ണമായിട്ടും ക്ലോസ് ആകപ്പെടും. അയൽ സംസ്ഥാനങ്ങളിലെ ഭക്ഷണം നമുക്ക് കിട്ടാതെ വരും. പ്രകൃതിക്ഷോഭങ്ങളുടെ എണ്ണം വർദ്ധിക്കാൻ പോവുകയാണ്.